നിൽക്കുന്ന ഏറ്റുമാനൂർ ദേവസന്നിധിയിൽ ഏകാക്ഷര മന്ത്രം ചൊല്ലിടുമെൻ മനം ഏകാന്ത കൈവല്യത്തെത്തിടുന്നു. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ 7 വലിയ ആനകളുടെയും ഒരു ചെറിയ ആനയുടെയും സ്വർണത്തിൽ നിർമ്മിച്ച പൂർണ്ണ രൂപത്തിലുള്ള പ്രതിമകളാണ് ഏഴര പൊന്നാന എന്നറിയപ്പെടുന്നത്. പ്ലാവിൻ തടിയിൽ നിർമ്മിച്ച ഈ ആനകളെ സ്വർണപ്പാളികളാൽ പൊതിഞ്ഞിരിക്കുന്നു. വലിയ ആനകൾക്ക് 2 അടിയും ചെറിയ ആനയ്ക്ക് 1 അടിയുമാണ് ഉയരം. മാലകൾ ചാർത്തിയ ഭഗവാന്റെ കോമള രൂപം കണ്ടു കൈകൂപ്പുമ്പോൾ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 8ാം ഉത്സവ നാളായ കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രത്തിനാണ് പ്രസിദ്ധമായ ഏഴര പൊന്നാൻ എഴുന്നള്ളിപ്പ് നടത്തുന്നത്. അന്നേ ദിവസം ഏറ്റുമാനൂർ തേവർ ക്ഷേത്ര മതിൽക്കകത്തെ പടിഞ്ഞാറെ മൂലയിലെ ആസ്ഥാന മണ്ഡപത്തിൽ ഏഴര പൊന്നാന്റെ ദർശനം നൽകി എഴുന്നള്ളിയിരിക്കുന്നു. ഏഴര പൊന്നാനകൾ അഷ്ടദിഗ്ഗജങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഐതിഹ്യം. ഐരാവതം, പുണ്ടരീകം, കൗമുദം, അഞ്ജന, പുഷ്പദന്തം, സുപ്രതീകം, സാർവഭൗമൻ, വാമനൻ എന്നിവയാണ് ദിഗ്ഗജങ്ങൾ. വാമനൻ ചെറുതാകയാൽ അരപ്പൊന്നാനയാകുകയാണ് ഉണ്ടായതത്രേ. എന്നെന്നും എനിക്കെന്നും ഏകാശ്രയമാകും ഏറ്റുമാനൂർ ദേവ സന്നിധാനം. ഏകാക്ഷര മന്ത്രം എന്നുമൻ ജീവന് ഏറെ പ്രിയങ്കരം ഭഗവാനേ. കുംഭമാസത്തിലെ വാർഷികോത്സവത്തിന്റെ 8ാം നാളിൽ ക്ഷേത്രത്തിലെ ആസ്ഥാന മണ്ഡപത്തിൽ അർദ്ധരാത്രി 12 മണിക്കാണ് ഏഴര പൊന്നാന ദർശനം നടത്തുന്നത്. പൊന്നാനകളെ ദർശിച്ച് കാണിക്കയർപ്പിച്ച് ഏറ്റുമാനൂരപ്പനെ പ്രണമിക്കാൻ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തും. ഏഴര പൊന്നാന ദർശനത്തിലൂടെ സർവൈശ്വര്യവും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. കുംഭമാസത്തിലെ രോഹിണി നാളിൽ അർദ്ധരാത്രി ഭഗവാൻ ശരഭമൂർത്തിയായി എത്തി ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാ പാപം തീർത്തുവെന്നാണ് വിശ്വാസം. സകല ദേവന്മാരും സന്നിഹിതരാകുന്ന ആ സന്ദർഭത്തിൽ അഷ്ടദിഗ്ഗജങ്ങളാൽ സന്നിഹിതരാകുന്ന ശ്രീ പരമശിവനെ വണങ്ങി കാണിക്കയർപ്പിക്കാൻ 100 കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു.